എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും മൈ ലൈഫ് ഈസ് മൈ ഫാമിലി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 3-4 ദിവസമായി വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് ഇടാവൂരിന്റെ മടുപ്പാണ്. കാരണം അങ്ങനെ ആരും കാണുന്നില്ല. ആ സങ്കടവും വിഷമമൊന്നുമല്ല, സമയം കിട്ടാത്തതുകൊണ്ടാണ് കൂട്ടുകാരെ. എന്തായാലും ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വേറൊരു ഡിഷുമായിട്ടാണ്. ചിക്കൻ ലിക്കർ അൽഫാം. അതായത് നമുക്ക് ലിക്കർ ഉപയോഗിച്ച് അല്ലെങ്കിൽ മദ്യം ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ അൽഫാം ഉണ്ടാക്കാം എന്നാണ്. അപ്പം ചിക്കൻ ലിക്കർ അൽഫാമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇതിൽ ലിക്കർ ഞാൻ നിങ്ങളെ കാണിക്കത്തില്ല, പക്ഷെ ഞാൻ ലിക്കറിൽ ആഡ് ചെയ്യും. ഞാൻ ലിക്കർ നിങ്ങളെ ഇതിൽ കാണിക്കത്തില്ല, കാരണം അതുകൊണ്ട് ഇപ്പോൾ ഒരു ഇഷ്യൂസ് കാര്യം ഉള്ളതുകൊണ്ട് ഞാൻ ലിക്കർ ഇതിൽ കാണിക്കുന്നില്ല. അപ്പം ഞാൻ തയ്യാറാക്കാൻ പോകുന്ന ഡിഷ് ചിക്കൻ ലിക്കർ അൽഫാമാണ്. നമുക്കതിൽ കുറച്ച് ചേർക്കാനുള്ള ചേരുവകൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, നമുക്ക് ചേരുവകളിലേക്ക് പോകാം. നമുക്ക് ആദ്യം ആവശ്യം കൂട്ടുകാരെ തൈരാണ്. ഞാൻ പുളിക്കാത്ത തൈര് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു 1.5 നാരങ്ങ ഞാൻ അതിൻ്റെ ചാറെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1.5-2 സ്പൂണ് നമ്മുടെ പെപ്പർ കുരുമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ നമ്മുടെ ഉപ്പ്, പിന്നെ ഇതിൻ്റെ മെയിൻ ഐറ്റമായ ചിക്കൻ ഓൾറെഡി ഞാൻ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് ഞാൻ അതിൻ്റെ ജലാംശം പോകാൻ വേണ്ടി ഞാനൊരു പാത്രത്തിൽ വച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു 2 സ്റ്റെപ്പ് മാരിനേഷനാണ്. ഒരു സ്റ്റെപ്പ് മാരിനേഷൻ എന്ന് പറയുന്നത്, ഫസ്റ്റ് സ്റ്റെപ്പാണ് ഈ തൈര്, നാരങ്ങ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുരുമുളക്, ഉപ്പ്, ഇത്രയും ഐറ്റം ഇട്ട് നമ്മൾ ഇതിന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കും. സെക്കൻഡറി ആണ് നമ്മൾ ബാക്കിയുള്ള സെക്കൻഡ് മാരിനേഷൻ വരുന്നത്. ഈ 2 മാരിനേഷൻ ചെയ്ത് മിനിമം ഞാനൊരു 6 അല്ലെങ്കിൽ 7 മണിക്കൂർ ഇത് ഞാൻ വയ്ക്കും. അല്ലെ ഫ്രിഡ്ജിൽ ഞാൻ 20 മിനിറ്റ് ഫ്രിഡ്ജിൽ വയ്ക്കുള്ളൂ. ബാക്കി ഞാൻ ഇത് പുറത്ത് വയ്ക്കും. ഞാൻ പറഞ്ഞു, ഇറച്ചി ഐറ്റംസ് ഒന്നും ഫ്രീസറിൽ നമ്മൾ സൂക്ഷിക്കാൻ പാടില്ല, ഡ്രൈ ആയി പോകും. അതുകൊണ്ട് ഞാനൊരു 20 to അര മണിക്കൂർ ഞാൻ ഇത് ഫ്രിഡ്ജിൽ വയ്ക്കും. ബാക്കി ടൈം ഞാൻ ക്ലൈമറ്റ് നോക്കിയിട്ട് ഞാൻ പുറത്ത് വയ്ക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് മാരിനേഷൻ പോവാം. പിന്നെ എപ്പോഴും പറയുമ്പോൾ കൂട്ടുകാരെ മറക്കരുത്, എല്ലാവരും നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വലുത്. നിങ്ങളുടെ സപ്പോർട്ട് വളരെ വളരെ കൂടുതലായതുകൊണ്ട് അതിന് സന്തോഷം കൊണ്ട് പറയുകയാണ്. എല്ലാവരും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നിങ്ങൾ ചെയ്യുക, എനിക്ക് ചെയ്യാനുള്ളത് ഞാനങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ എല്ലാവർക്കും നേരെ നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് പോവാം. മീൻസ് നമ്മൾ മാരിനേഷൻ പോവാം. പോരെ കൂട്ടുകാരെ, ഞാൻ പറയാം, ഞാൻ 1,200 ചിക്കൻ എടുത്തിരിക്കുന്നത്. 1,200 ഞാൻ ചിക്കൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അളവിനുള്ള, അതിൻ്റെ ക്വാണ്ടിറ്റിയിലുള്ള ചേരുവകളാണ് ഞാൻ ചേർക്കാൻ പോകുന്നത്. 1,200 ഞാൻ എടുത്തിരിക്കുന്ന ചിക്കൻ. ഓക്കെ, അപ്പോൾ അതിലേക്ക് ഞാനൊരു 1 കപ്പ് അല്ലെങ്കിൽ 1 ഗ്ലാസ് തൈരാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് അത്രയും വേണ്ട, അതിൻ്റെ ഒരു 1/4 ഭാഗം. കൂടാതെ ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഞാൻ 1,200 ചിക്കൻ എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ്. 4 സ്പൂണ് നാരങ്ങ നീര്. അതുപോലെ ഞാൻ എടുത്തു വച്ചിരിക്കുന്ന ഒരു 2 സ്പൂണോളം വരും കുരുമുളക്. ഇത് ആവശ്യത്തിന് നമ്മൾ ചേർത്താൽ മതി, കാരണം നമ്മുടെ എരിവ് ഉപ്പും നമ്മൾ ആവശ്യത്തിന് മാത്രമേ ചേർക്കാവൂ. ഞാൻ എൻ്റെ പാകത്തിന് ഞാൻ കുരുമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്, ചേർക്കുക. അതുപോലെ ഞാൻ തൽക്കാലം 1 സ്പൂണ് ഉപ്പ് ആഡ് ചെയ്യും. പോട്ടെ, ഒരു 1/4 സ്പൂൺ കൂടെ, അതായത് 1.25 സ്പൂൺ ഉപ്പ് ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. ഇതാണ് നമ്മൾ ആദ്യത്തെ മാരിനേഷൻ. ഇതിൽ തൈര് നമുക്ക് ഡ്രൈ ആക്കണമെങ്കിൽ നമ്മളിത് ഒരു ചെറിയ അരിപ്പയിൽ എന്നെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വെള്ളം മാറി ഡ്രൈ ആവും. പിന്നെ ഓൾറെഡി ഞാൻ ചിക്കൻ
കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വരിഞ്ഞ് ഏകദേശം 1 മണിക്കൂറോളം ഞാൻ ഈ ചിക്കൻ ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ചിക്കൻ എപ്പോഴും ഡ്രൈ ആയിരിക്കണം. ഓക്കെ, അപ്പം നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതാ നമ്മുടെ ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ഫസ്റ്റ് നമുക്കിതൊന്ന് മാരിനേഷൻ ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ഒരു മസാല കൂട്ട്. ഇത് നമുക്ക് ആദ്യം നമ്മുടെ ചിക്കനിലേക്ക് ഒന്ന് ആഡ് ചെയ്യാം. ഇത് 20 മിനിറ്റ് വെക്കാം അല്ലേ? നമുക്കൊരു 15 to 20 മിനിറ്റ് നമ്മൾ ഈ ഫസ്റ്റ് മസാല തേച്ച് നമ്മളൊന്ന് വയ്ക്കണം. അതിന് ശേഷമാണ് നമ്മൾ സെക്കൻഡ് മസാല നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഒരു 15 to 20 മിനിറ്റ് വയ്ക്കാം. ഓക്കെ, നല്ല വെള്ളം നമ്മൾ ഈ വരിഞ്ഞ് വെച്ചതിൻ്റെ ഇടയിലൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഈ മസാല ഒന്ന് തേച്ച് പിടിപ്പിക്കണം. അതിൻ്റെ ഉള്ളിലോട്ട് മസാല ഇറങ്ങണം. ഞാൻ നല്ലൊരു ആഴത്തിലാണ് ഞാൻ ഇത് ചേർത്തത്. നല്ല രീതിയിൽ മസാല നമുക്കിത് ചേർത്ത് വയ്ക്കണം. നമ്മൾ രണ്ടാമത്തെ മസാല കൂട്ട് ചേർത്തിട്ടാണ് നമ്മളൊരു 6 മണിക്കൂർ പുറത്ത് വയ്ക്കാൻ പറ്റുമെങ്കിൽ അത്ര നല്ലത്. 10 മണിക്കൂർ വയ്ക്കാമെങ്കിൽ അത്രയും നല്ലത്. പിന്നെ ഫ്രിഡ്ജിൽ വയ്ക്കാൻ ഞാൻ ആരെയും പ്രേരിപ്പിക്കത്തില്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, ഫ്രിഡ്ജിൽ കണ്ടിന്യൂസ് നമ്മൾ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് ഡ്രൈ ആയിപ്പോകും. അപ്പോൾ ഞാനൊരു 1/2 മണിക്കൂർ ഞാനിത് ഫ്രിഡ്ജിൽ വയ്ക്കുന്നുള്ളൂ. അടുത്ത രണ്ടാമത്തെ പീസ് നമുക്ക് ഇത് നല്ല രീതിയിൽ നമുക്കുണ്ടോ ഈ നമ്മൾ വരിഞ്ഞ് വെച്ചതിൻ്റെയൊക്കെ ഇടയിൽ നല്ല രീതിയിൽ ഇത് തേച്ച് പിടിപ്പിക്കണം. കാരണം ഈ മസാല അതിനകത്ത് നല്ല രീതിയിൽ ഇറങ്ങണം. ഞാൻ പറഞ്ഞു, ഇതുപോലെ നമ്മൾ നല്ല രീതിയിലൊന്ന് എല്ലാ ഇതിലും നമ്മൾ നല്ല രീതിയിലൊന്ന് മസാല തേച്ച് പിടിപ്പിക്കണം. ഓൾമോസ്റ്റ് നമ്മൾ ഇതിലേക്ക് മസാല എല്ലാം ഞാൻ ഫസ്റ്റ് ആദ്യത്തെ മസാല മീൻസ് തൈര്, നാരങ്ങ നീര്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുരുമുളക്, ഉപ്പ്, ഇത്രയും ഐറ്റം ഞാൻ ഈ മസാല കൂട്ട് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. സെക്കൻഡറി ആണ് നമ്മളെ ലിക്കർ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം ഇതൊരു 15 to 20 മിനിറ്റ് നമുക്ക് ഇതൊന്ന്. ഞാൻ ചോദിക്കട്ടെ, ലിക്കർ എന്ന് പറയുമ്പോൾ ഒരു കുപ്പി ഫുള്ളും അല്ലല്ലോ? ഇല്ല, ഒരു കപ്പ്, ഒരു ചെറിയൊരു സാമ്പിളല്ല. ആ ഒരു ലിക്കറിന്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അല്പം പ്രത്യേക ടേസ്റ്റ് ആണ്. അപ്പൊ അങ്ങനെ നമുക്ക് ജസ്റ്റ് ഒന്ന് പേരിന് ഒരു ചെറിയൊരു കപ്പ്. അത് പ്രൊമോഷൻ ആവാത്തത് കൊണ്ടാണ് ഞാൻ ആ ലിക്കർ കാണിക്കത്തില്ല എന്ന് പറഞ്ഞത്. അതെനിക്ക് താല്പര്യമില്ല. ഓക്കെ, അപ്പൊ ഇതൊരു 15 to 20 മിനിറ്റ് ഇതാ ഞാൻ ഓൾറെഡി ഫസ്റ്റ് മസാല പൊടി റെഡിയാക്കി. അൽഫാമിന്റെ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ട്. 15 to 20 മിനിറ്റ് നമുക്കിത് ഒന്ന് വയ്ക്കാം. അതിനിട്ട് നമുക്ക് രണ്ടാമത്തെ മസാല പൊടിയിലേക്ക് പോവാം. അപ്പോൾ അങ്ങനെ പോരി. ആ കൂട്ടുകാരെ ഓൾറെഡി ഞാൻ പാൻ വച്ചിട്ടുണ്ട്. ഈ പാനിൽ തന്നെയാണ് നമ്മൾ വറ്റൽമുളക്, ഞാനൊരു 8 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. വറ്റൽമുളക്, കുരുമുളക്, പെരുംജീരകം, ഏലക്ക, ഗ്രാമ്പൂ, പട്ട, ഇത്ര ഐറ്റംസാണ് ഞാൻ അതിലേക്ക് ചേർത്തിരിക്കുന്നത്. പിന്നെ എനിക്ക് പച്ചമല്ലി ഇല്ലാത്തതുകൊണ്ട് ഞാൻ മല്ലി പൊടിയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ചെറിയ ജീരകത്തിൻ്റെയും പൊടിയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആ ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തതിന് ശേഷം നമുക്ക് ലാസ്റ്റ് മല്ലിപ്പൊടിയും ചെറിയ ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് നമുക്ക് വാങ്ങി മാറ്റാം. ഇത് നമുക്ക് അതിന് വറുത്തെടുക്കാം. ഓക്കെ, ഇതൊന്ന് വരണ്ട് വരട്ടെ. കൂട്ടുകാരെ നമ്മൾ ഇത് ഓൾറെഡി വരണ്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി അല്പം ഒരു 2 സ്പൂണ് മല്ലിപ്പൊടി, കാരണം പൊടിയായിട്ടാണ് ഞാൻ ലാസ്റ്റ് ചേർക്കുന്നത്. അതുപോലെ 1 സ്പൂണ് നമ്മുടെ ചെറുജീരക പൊടി. ഇത് രണ്ടും പൊടി എല്ലാത്തവണ ചേർക്കാനുള്ളത്. പൊടി ചേർത്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ എൻ്റെ പൊടിയേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പൊടി മാത്രം ഇതിൽ ഇടുന്നത്. അവസാനമാണ് ഞാൻ ഇത് ചേർത്തത്. ഓക്കെ, നമ്മൾ ഓൾറെഡി നമ്മുടെ മസാല കൂട്ട് നല്ല രീതിയിൽ വരണ്ട് വന്നിട്ടുണ്ട്. നമുക്കിതിനെ മിക്സിയിലൊന്ന് നല്ല രീതിയിൽ അരച്ച് എടുക്കണം. ഓക്കെ, നമുക്ക് മിക്സിയിലൊന്ന് അരച്ച് ഇടയ്ക്ക് എടുക്കാം. നമ്മൾ ഓൾറെഡി നമ്മൾ ചിക്കൻ്റെ ഫസ്റ്റ് മാരിനേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാലും നമ്മൾ സെക്കൻഡ് മാരിനേഷൻ ചെയ്യാനുള്ള മല്ലിപ്പൊടി, പെരുംജീരകം, ചെറുജീരകം,
വറ്റൽമുളക്, കുരുമുളക്, സ്പൈസസ് എല്ലാം കൂടെ വറുത്ത് എടുത്തത് നമുക്കൊന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ച് എടുക്കണം. ഇതിനോടൊപ്പം തന്നെ നമുക്കൊരു തക്കാളിയും 2 പച്ചമുളക്, ഒരു 1.5 സവാളയും ഞാൻ ചേർക്കുന്നുണ്ട്. നമുക്കതിൽ നിന്ന് മിക്സിയിലൊന്ന് അരച്ച് രണ്ടാമത്തെ ചേരുവ മീൻസ് രണ്ടാമത്തെ മസാല നമുക്ക് തയ്യാറാക്കാം. ഞാനിതാ മസാല ഓൾറെഡി പൊടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു 1.5 സവാള നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1.5 സവാളയിലേക്ക് ഇടുകയാണ്. അതോടൊപ്പം ഒരു രണ്ട് പച്ചമുളക്, പിന്നെ ഒരു തക്കാളി. എന്തായാലും ഇപ്പോൾ എല്ലാം കൂടി കൊള്ളത്തില്ല, അതുകൊണ്ട് തക്കാളി ഞാൻ സവാളയും ഈ പച്ചമുളകും കൂടി അരച്ചെടുക്കട്ടെ. അരച്ചെടുത്തിട്ട് നമുക്ക് ഇത് ഓൾറെഡി ഞാൻ 2-3 സ്റ്റെപ്പാണ് അരയ്ക്കുന്നത്. കാരണം എല്ലാം കൂടി നിൽക്കത്തില്ല. കാരണം ഞാൻ പറഞ്ഞ 1 പുറത്ത് ചിക്കനുണ്ട്. അപ്പം ഓൾറെഡി നമ്മൾ മസാല കൂട്ടും സവാളയും പച്ചമുളകും നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ തക്കാളിയും ഇനി അടുത്ത് കുറച്ച് മല്ലിയിലയും കൂടെ ഒരു പിടി മല്ലിയിലയും കൂടെ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് അരയ്ക്കുകയാണ്. മതി നമുക്ക് ആഡ് ചെയ്യാം, കുഴപ്പമില്ല. നമുക്ക് തക്കാളി അരച്ചെടുക്കണോ അതോ മല്ലിയില ഇട്ട് അരച്ചെടുക്കണോ? തക്കാളി നമുക്ക് ആദ്യം അരച്ചെടുക്കാം. കൂട്ടുകാരെ, ഇതാ ഞാൻ പറഞ്ഞത് ഞാൻ ഓൾറെഡി നമ്മുടെ ഫസ്റ്റ് മാരിനേഷൻ ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ, ഇതാ ഒരു 15 to 20 മിനിറ്റ് ഇതായിട്ടുണ്ട്. ഇനി ഇതാ ഞാൻ രണ്ടാമത്തെ മാരിനേഷൻ ചേർക്കാനുള്ള നമ്മുടെ എന്താണ് വറ്റൽമുളക്, കുരുമുളക്, പെരുംജീരകം, ചെറിയ ജീരകം, പിന്നെന്താണ് മല്ലിയില, തക്കാളി, സവാള, പച്ചമുളക്, ഇത്രയും ഐറ്റം ഞാൻ ഇട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി ആഡ് ചെയ്യാനുള്ളത് ഒരല്പം മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഞാൻ ഈ മസാല അരച്ചിട്ടില്ല, കാരണം ഞാൻ അത് ഡയറക്റ്റ് ഈ ചിക്കനിലേക്ക് ആഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ കൂടാതെ നമ്മുടെ ലിക്കർ, അതെ ലിക്കറിന് പട്ടി കുറച്ചുകൂടി, പട്ടിക്ക് ലിക്കർ ഇഷ്ടമാണ്. ലിക്കർ ഓക്കെ, നമുക്ക് അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ഇത് ആഡ് ചെയ്യാം. ഈ മസാല നമ്മൾ സെക്കൻഡിൽ ആഡ് ചെയ്ത് ഒരു 5 to 6 മണിക്കൂർ ഞാനിത് വയ്ക്കും. അല്ലൊരു അരമണിക്കൂറോ അല്ല 1 മണിക്കൂറോ നമുക്ക് ഫ്രീസറിലല്ല താഴത്തെ ഡ്രോയിൽ. ഫ്രീസർ ഒരിക്കലും വയ്ക്കരുത്, താഴത്തെ ഡ്രോയിൽ വയ്ക്കുക. ഫ്രീസർ ഒഴിച്ച് ബാക്കി എവിടെയും വയ്ക്കാം. പിന്നെ കുറേ നേരം പുറത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഈ മസാല ചേർക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യണം. പിന്നെ നമുക്ക് ലിക്കർ. ഓക്കെ, പോര് കൂട്ടുകാരെ. ഇപ്പോൾ ഓൾറെഡി ഇതാ എല്ലാം സെറ്റാണ്. ഇനി ഞാൻ അടുത്ത് എൻ്റെ സെക്കൻഡ് മസാല ഞാൻ നേരത്തെ പറഞ്ഞു ചേർക്കാൻ വേണ്ടി ഓൾറെഡി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ലിക്കർ. ഇത് ഞാൻ ഓൾറെഡി ഒരു കപ്പ് ചേർത്തിട്ടുണ്ട്. ചേർക്കുന്നത് ഞാൻ കാണിക്കത്തില്ലെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. മീൻസ് ഒരു ചെറിയ കപ്പെന്ന് വെച്ചാൽ ഒരടപ്പ്, ഈ ഒരു അളവിൽ വരുന്ന ഒരു 60 ml ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു 60 ml ഞാൻ ഇത് ചേർത്തിട്ടുണ്ട്. ഞാൻ പേര് കാണിക്കാം. അതായത് ഇതാണ് എൻ്റെ അളവ് കപ്പ്. ഈ അളവ് കപ്പിന് ഞാൻ പേര് കാണിക്കുന്നില്ല, എങ്കിലും ഈ അളവിൽ ഞാൻ ഈ സാധനം ഇതിൽ ചേർത്തിട്ടുണ്ട്. ഓൾറെഡി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇത് നമ്മൾ കാണിച്ചതേ ഉള്ളൂ. പിന്നെ നമുക്ക് സെക്കൻഡ് മാരിനേഷനിലേക്ക് പോവാം. അൽഫാമിൻ്റെ രണ്ടാമത്തെ മാരിനേഷൻ. ഈ മാരിനേഷൻ ചെയ്ത് നമ്മളൊരു 6 to 7 മണിക്കൂർ നമ്മളിത് വയ്ക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് മസാല നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. കൂട്ടുകാർ, നമ്മളിത് കടയിൽ നിന്ന് മേടിച്ച് കുട്ടികൾ കൊടുക്കുന്നതിനെക്കാട്ടി നല്ലത് നമ്മളത് തയ്യാറാക്കി കൊടുക്കുന്നതാണ്. അതിൻ്റെ സന്തോഷവും അല്ല മക്കളെ. അച്ഛൻ ഉണ്ടായി തരാനാണ് ഇഷ്ടം, നമുക്ക് കടയിൽ നിന്നാക്കാൻ ഇഷ്ടം? വർക്ക പറ, കേക്കട്ടെ. സത്യം കേട്ടാ, ഞാൻ എൻ്റെ കുട്ടികൾക്ക് ഞാൻ തന്നെയാണ് ഒരുവിധപ്പെട്ട എല്ലാ സാധനവും റെഡിയായി കൊടുക്കുന്നത്. ഹോട്ടലിൽ ഞാൻ അങ്ങനെ അധികം മേടിക്കാറില്ല. അത് സത്യമായുള്ള കാര്യമാണ്. എൻ്റെ പൊന്നു കൂട്ടുകാരെ, ഡിയർ മൈ വൈഫ്, നീ എന്ത് പറയുന്നു?
ശരിയാ തെറ്റാ? ശരി തന്നെയാണ്. ഞാൻ മാക്സിമം വാങ്ങിച്ച് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി. പിന്നെ ഹോട്ടലിൽ പോയി കഴിക്കത്തില്ലെന്നല്ല, കഴിക്കത്തില്ല നമ്മൾ പറയുന്നില്ല. എൻജോയ്മെന്റ് അത്യാവശ്യം എൻജോയ്മെന്റ് നമ്മൾ പോയി പുറത്തുനിന്ന് കഴിക്കും, ഫുഡൊക്കെ കഴിക്കും. അതും തട്ടുദോശ. അത് നമ്മൾ കൂടെ തട്ടുവശം നമ്മൾ കഴിക്കുന്നത്, അല്ലാതെ നമ്മൾ ഒരിക്കലും പോയി ഇങ്ങനത്തെ ഐറ്റങ്ങൾ വാങ്ങിച്ച് കഴിക്കാറ്. പ്രത്യേകിച്ച് രാത്രി നമ്മൾ നോൺ വെജ് കഴിക്കാറില്ല. അതിൻ്റെ ഒരു വീഡിയോ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട്. രാത്രിക്ക് ഹെവി ഫുഡ് അടിക്കുന്ന ആൾക്കാരല്ല നമ്മൾ, വളരെ ലൈറ്റായിട്ട് കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പം നമുക്ക് എന്തായാലും ചിക്കനിൽ നല്ല രീതിയിൽ ഈ മസാല ഒന്ന് തേച്ച് ഒന്ന് പിടിപ്പിക്കാം. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഇത് നമ്മൾ എല്ലാ ഐറ്റവും ആഡ് ചെയ്തിട്ടുണ്ട്. ലിക്കർ അടക്കം, മീൻസ് മദ്യം അടക്കം ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതൊരിക്കലും പ്രശ്നമാകുമെന്ന് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ കൂടുതൽ അതിനെപ്പറ്റി ഞാൻ പറയാത്തത്. അത് പേരിന് അപ്പൊ ഞാൻ സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട്. അത്രേ ഉള്ളൂ, സോഫ്റ്റ് കിട്ടാൻ വേണ്ടി മാത്രം തന്നെ. അപ്പൊ ഇതിനിടയ്ക്കെല്ലാം ഞാൻ നമ്മൾ വരഞ്ഞു വെച്ചതിനിടയ്ക്കെല്ലാം ഈ മസാല നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കുകയാണ്. ഇതാ കണ്ടോ, ഈ വരഞ്ഞു വെച്ചതിനിടയ്ക്കെല്ലാം നല്ല രീതിയിൽ മസാല തേച്ച് പിടിപ്പിക്കണം. ഞാൻ എൻ്റെ കുട്ടികളെ ഇതാ തേച്ച് പിടിപ്പിക്കണണ്ട, നല്ല രീതിയിൽ മസാല തേച്ച് പിടിപ്പിച്ച് ഒരു 5-6 മണിക്കൂർ വച്ച് കഴിഞ്ഞാൽ, ഒരു 10 മണിക്കൂറൊക്കെ വയ്ക്കാമെങ്കിൽ സംഭവം പൊളിയായിരിക്കും. പക്ഷെ ഇപ്പോഴും പറയുന്നു, നിങ്ങൾ ക്ലൈമറ്റ് നോക്കണം. ക്ലൈമറ്റ് നോക്കിയിട്ട് ഇത് പുറത്ത് വയ്ക്കാവൂ. പക്ഷെ ഫ്രീസറിൽ വയ്ക്കരുത്. നിങ്ങൾ ഫ്രിഡ്ജിൻ്റെ താഴത്തെ ഡ്രോയിൽ വയ്ക്കാം, ഫ്രീസറിൽ ഒരിക്കലും ഇത് വയ്ക്കരുത്. ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം നമ്മുടെ ചിക്കനായാലും യാതൊരു ഇറച്ചി ആയിട്ടായാലും അത് ഡ്രൈ ആയി പോകും. അപ്പോൾ ഓൾറെഡി ഇതാ ഞാൻ നമ്മുടെ മസാല സെറ്റായിട്ടുണ്ട്. ഇനി ഇതൊരു ഓൾറെഡി ഞാൻ ഇവിടെ മസാല, അതായത് അൽഫാം ചിക്കൻ ലിക്കർ അൽഫാം ഓൾറെഡി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാ ഓൾറെഡി സെറ്റാണ്. ഇനി ഇതൊരു 5 to 6 മണിക്കൂർ ഞാനിത് വയ്ക്കുകയാണ്. അപ്പം നമുക്ക് അതിന് ശേഷം നമുക്ക് നമ്മുടെ ചിക്കനുമായിട്ട് കാണാം. അതുവരെ പോയി വന്ന് നമ്മുടെ ചിക്കൻ ലിക്കർ അൽഫാം അല്ലെങ്കിൽ ലിക്കർ ചിക്കൻ അൽഫാമിനുള്ള നമ്മുടെ കനലിട്ട് നെരിക്കാനുള്ള അടുപ്പ് റെഡിയാണ്. കഴിഞ്ഞ വർഷം ഞാൻ ചെയ്ത അതേ ഇത് തന്നെയാണ്, എൻ്റെ ഡ്രമ്മിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ചിരട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ചിരട്ടയിൽ തീ കൊളുത്തി നമുക്ക് നമ്മൾ ചിക്കൻ ലിക്കർ അൽഫാം ഒന്ന് മുറിച്ചെടുക്കാനുള്ള, ഇല്ലെങ്കിൽ പാകപ്പെടുത്തിയെടുക്കാനുള്ള ഇതിലേക്ക് പോവാം. എല്ലാം കൂട്ടാ പോവാല്ല? ഓക്കെ, കൂട്ടരെ കത്തിക്കുകയാണ്. ഓക്കെ, ഇനി ഇത് കത്തി വരട്ടെ കൂട്ടുകാരെ. നമുക്ക് എന്നിട്ട് ഇത് കനലാക്കിയിട്ട് ബാക്കി കാണാം. കൂട്ടുകാരെ, നമുക്ക് ഈ ഗ്യാപ്പിൽ കുറച്ച് ഇതിൻ്റെ പുറത്ത് തേക്കാനുള്ള അല്ലെങ്കിൽ പുറത്ത് പുരട്ടാനുള്ള കുറച്ച് ഐറ്റംസ് നമുക്കുണ്ട്. അതായത് നമുക്കൊരു സോസ് ഉണ്ടാക്കണം. ആ സോസ് ഓൾറെഡി നമ്മൾ പാന് വെച്ച് ഗ്യാസ് കത്തിച്ച് അതിൽ കുറച്ച് ബട്ടർ ഇട്ടിട്ടുണ്ട്. ആ ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമുക്കിതിലേക്ക് അല്പം ഒരു 1.5 കപ്പ്, ചെറിയ സ്മോൾ കപ്പ് അടപ്പിൽ തന്നെ സോയ സോസ് വീഴ്ത്താം. അതിലല്പം നമുക്ക് നമ്മുടെ ടൊമാറ്റോ സോസ് അതിലേക്ക് ആഡ് ചെയ്യാം. മിക്സ് ചെയ്യാം.
ഇതിലേക്ക് നമുക്ക് അല്പം നമ്മുടെ റെഡ് ചില്ലീസ്, അത് ചതച്ച മുളക് നമുക്കിതിലേക്ക് അല്പം ആഡ് ചെയ്യാം. ഒരല്പം ചതച്ച മുളക്, ഇതാണ് നമ്മൾ തയ്യാറാക്കുന്ന ഇതിൻ്റെ അതായത് നമ്മുടെ ലിക്കർ ചിക്കൻ അൽഫാമിലേക്ക് നമ്മൾ തേക്കുന്ന, അത് പുരട്ടുന്ന നമ്മുടെ സോസ്. കൂട്ടുകാർ, നമുക്ക് ഇതിൽ തേക്കാനുള്ള നമ്മുടെ സോസ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി അതിലേക്ക് നമ്മുടെ അൽഫാമിലേക്ക് നമുക്കിത് തേച്ച് നമുക്കതിനെ പാകപ്പെടുത്തി എടുക്കാം. ഓക്കെ, നമുക്ക് ബാക്കി അങ്ങോട്ട് പോവാം. പോര്. മെയിനായിട്ട് ബട്ടറാണ് ആവശ്യം. അല്പം ബട്ടർ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടെ നമ്മൾ ബട്ടർ തേക്കുന്നുണ്ട്, എങ്കിലും അല്പം ബട്ടർ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്കൊന്ന് ബാക്കി നമ്മൾ അൽഫാമിലേക്ക് പോവാം. വാ. ചിക്കൻ ഓൾറെഡി ഞാൻ ഒരു 1.5 മണിക്കൂറെടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ട്. വെളിയിൽ വെച്ചിട്ട് ഇതാ കണ്ടോ, വെളിയിൽ വെച്ചിട്ട് ഞാനിത് ഇനി തണുപ്പെല്ലാം മാറ്റി വെച്ചതാണ്. റെഡി, ഓൾമോസ്റ്റ് സെറ്റാണ്. നമ്മുടെ കനലും ഓൾറെഡി സെറ്റാണ്. നല്ല ചൂടായിട്ട് നിൽക്കുകയാണ്. അടുത്ത് നിൽക്കാൻ വയ്യ, അത്ര ചൂടാണ്. എന്തായാലും കനലിലേക്ക് ഞാൻ എൻ്റെ ഈ ലിക്കർ ചിക്കൻ അൽഫാം ഇതാ വയ്ക്കാൻ പോവുകയാണ്. ഓക്കെ, കൂട്ടുകാരെ, ഇതാ നമ്മൾ ഓൾമോസ്റ്റ് നമ്മളെ ബട്ടർ ഇത് ആഡ് ചെയ്യാണ്. നമ്മുടെ എന്താ പറയുക, ലിക്കർ ചിക്കൻ അൽഫാം ഇതാ ഓൾറെഡി നമ്മൾ സെറ്റ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ബട്ടർ ആഡ് ചെയ്യാണ്. നമുക്ക് തിരിച്ച് വെക്കാമല്ലോ അല്ലേ? കനൽ ഒരു രക്ഷയില്ല. അന്യായ കനൽ, അന്യായ ചൂടും, ഒരു രക്ഷയില്ലാത്ത ചൂടാണ് കൂട്ടുകാരെ. മാക്സിമം ഇതിന് ബട്ടർ നമുക്കിത് ആഡ് കൊടുക്കാം. നല്ല രീതിയിൽ ബട്ടർ തേക്കണം. നമ്മൾ അവസാനം മാത്രമേ നമ്മളെ ആ സോസ് തേക്കുള്ളൂ. അതുവരെ നമ്മൾ ബട്ടർ ആഡ് ചെയ്യാണ്. ഞാൻ ബട്ടർ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂട്ടുകാരെ, ഇപ്പം ഞാൻ പറയേ കൂട്ടുകാരെ, അൽഫാം സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ശരിയാവുമെന്ന് അറിയില്ല കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പം കത്തി പിടിക്കുന്നുണ്ട്. ബട്ടർ വീഴുമ്പോഴാണ് കൂട്ടുകാരെ നമ്മളെ പ്രൊഫഷണൽ കുക്ക് ഓൾറെഡി സെറ്റഡ് അല്ലേ ഉണ്ണിക്കുട്ടാ? ഓ, സംഭവം നല്ല ആയിട്ട് വന്നില്ലേ? എനിക്ക് നമുക്ക് പുറത്ത് സാധനം ആഡ് ചെയ്യാനുണ്ട്. കനല് വേണം മക്കളെ. കൂട്ടുകാർ, നമ്മൾ അൽഫാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അൽഫാം നമുക്ക് ഇനി നിൽക്കുമ്പോഴേ നമുക്കൊരു ഗ്യാപ്പ് ഫില്ലപ്പ് ചെയ്യണ്ടേ? ഏത് പാട്ട് പാട്ടിട്ടുണ്ടും പാട്ട് പാട്ടി നമ്മളത് ഞാനാണ് ഇന്ന് തേക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് തേച്ച് കൊടുക്കാം. സോസ് ആണേ കൂട്ടുകാരെ, നമ്മള് ഉണ്ടാക്കിയ സോസ്. കൂട്ടുകാർ, നമ്മളെ അടുത്ത സോസ് തേക്കാണ്. കാരണം നമ്മൾ ചിരട്ടയുടെ കനലിലാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഓൾറെഡി നല്ല ഹീറ്റാണ്. അടുത്ത് നിൽക്കാൻ പോലും വയ്യ, അത്ര നല്ല ചൂടാണ്. ഇത് നമ്മളെ സോസ് തേക്കുകയാണ്. ഒന്നുകൂട്ടാ നല്ല തേച്ചോട്. അത് ഒരു സൈഡ് മാത്രം തേച്ചോട്. കൂട്ടുകാർ ഇതാരും അനുകരിക്കരുത്. ആരും അനുകരിക്കരുത്.
ഇതെല്ലാം ചെയ്യണ്ടല്ലോ. സൂക്ഷിച്ചും കൊണ്ട് ചെയ്യുക. കൂട്ടി നമ്മൾ ഓൾറെഡി നമ്മുടെ ബട്ടർ ഓട്ട് തേച്ചിട്ടുണ്ട്. അതിനോടൊപ്പം നമ്മുടെ സോസും തേക്കുകയാണ്. നമ്മൾ സോസ് തേച്ച് കൊടുക്കുകയാണ്. നമ്മൾ ചിരട്ടയുടെ കനലാണ് നമ്മളിതിൽ ഇട്ടിക്കുന്നത്. ഈ സൈഡ് തേച്ച് കൊടുക്കും. നമ്മൾ വിചാരിച്ചാണ് ചൂട് കൂടിപ്പോയി കൂട്ടുകാരെ. കാരണം ചിരട്ടയാണ്, നല്ല ചൂടാണ്. നിങ്ങൾക്ക് കണ്ണിൽ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. എടുത്തോ. ഒരു പ്ലാസ്റ്റിക് ആണ് അങ്ങോട്ട്. ഓൾമോസ്റ്റ് കൂട്ടുകാർ നമ്മുടെ അൽഫാം ഓൾമോസ്റ്റ് സെറ്റായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അറിയത്തില്ല, എത്രത്തോളം ശരിയാണെന്ന് നമുക്ക് അറിയത്തില്ല. നമ്മളിത് ഫസ്റ്റ് ടൈം ചെയ്യാണ്. ലിക്കർ ചിക്കൻ അൽഫാം ഓക്കെ ഓൾമോസ്റ്റ് സെറ്റായി വന്നിട്ടുണ്ട്. ലിക്കറിന്റെ ഇതുകൊണ്ട് സ്മെല്ലുകൊണ്ടായിരിക്കാം ഇത് ഇത്രയും ഇതായിട്ട് കത്തിപ്പിടിച്ച്. നമ്മൾ ചിരട്ടയാണ് ഇട്ടത്, ചാർക്കോളല്ല ചിരട്ടയാണ്. പക്ഷെ അതുകൊണ്ട് നല്ല ചൂടാണ്. നമുക്കിതൊന്ന് മറച്ചു വെച്ച് കൊടുക്കാം. ഇതാ ഓൾമോസ്റ്റ് ഇതാ ഒരു വിധം റെഡിയായി വന്നിട്ടുണ്ട്. ദൂരം തൊട്ടിട്ട് തന്നീടല്ലോ ആരാരും പോയിട്ടുണ്ടാളു അറിയാതെ തന്നീടാന. പണ്ടുള്ള കാലം തൊട്ടേ നമ്മൾ
പെരുന്നാള് വന്നിട്ട് തിരുച്ച കഴിഞ്ഞിട്ട് പോയില്ലാന്ന് അന്നത്തോരന്റെ വായങ്ങാനിരത്ത് ഒന്നും പറയാതെ പോയതുണ്ട് എന്നോടെങ്കിലും തോന്നി കാണൂ എന്നോടെങ്കിലും പറഞ്ഞുകൂടി എന്നോടെങ്കിലും തോന്നിട്ടാവോ എന്നോടെങ്കിലും പറഞ്ഞുകൂടി പണ്ടുള്ള കാലം തൊട്ടേ നമ്മൾ പാടത്തും ഒന്നാല് കുത്തിട്ടും കൈകൊണ്ടും കാലോണ്ടും വയ്യാണ്ടായി പാടിയിട്ടും ഉണല് കുത്തിട്ടും കൈകൊണ്ടും കാലോണ്ടും വയ്യാണ്ടായി അന്നൊരു നേരത്ത് കണ്ണാടിയിരുന്നാലും കണ്ണാടി മുഖം പാടുകയില്ലേ അന്നൊരു നേരം കാണാതിരുന്നാലും കണ്ണാടി മുഖം പാടുകയില്ലേ അന്നു പറഞ്ഞത് ഓർമ്മയുണ്ടോ എന്നൊരു പറഞ്ഞില്ലാതെ അന്നു പറഞ്ഞതും ഓർമ്മയുണ്ടോ അന്നു പറഞ്ഞില്ലാതെ അന്നുള്ള കാലം തൊട്ടേ നമ്മള് കൂട്ടുകാരെ ഇത് നമ്മൾ അൽഫാം ഇത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാമെന്ന് അറിയത്തില്ല നമ്മൾ അൽഫാം ഇത് ഓൾമോസ്റ്റ് റെഡി ജസ്റ്റ് ഇതാ നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്തതാണ് നമുക്കിനി ബാക്കി നമുക്കിനി ഗാർണിഷ് ചെയ്തിട്ട് ബാക്കി കാണാം നമ്മൾ അൽഫാം ഈസ് ലിക്കർ ചിക്കൻ അൽഫാം ഓൾമോസ്റ്റ് റെഡി ബാക്കി സ്ക്രീനിൽ വാ പോരെ എടുക്കാമ്മ ചാറ് കുറച്ച് ഇതാണ് എടുക്കുന്നത്. ഇച്ചിരി നേരം ശരി. വേറെ ആരെങ്കിലും? വേറെ ആരെങ്കിലും നോക്കാം. അച്ഛാ 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 അങ്ങനെ നമ്മുടെ ചിക്കൻ ലിക്കർ അൽഫാം ഇല്ലെങ്കിൽ ചിക്കൻ അൽഫാം എന്ന് പറയും ലിക്കർ ഞാൻ ആഡ് ചെയ്യാൻ അത് ഉദ്ദേശിക്കുന്നില്ല ഓൾറെഡി കുറെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എങ്കിലും ചിക്കൻ അൽഫാം ഓൾറെഡി ഇവിടെ റെഡിയായി ഞാൻ ഗാർണിഷ് ചെയ്ത് ഇത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാമോ എന്നറിയത്തില്ല ഞാൻ അടുത്ത് വാ കാണാമോ ഓക്കെ നമ്മുടെ ചിക്കൻ അൽഫാം ഓൾറെഡി സെറ്റാണ് നമുക്ക് ടേസ്റ്റ് ടൈമാണ് നമുക്ക് എന്തായാലും ടേസ്റ്റ് ചെയ്യാം അച്ഛൻ ടേസ്റ്റ് ചെയ്യാം ഉണ്ണേ അപ്പോൾ കൂട്ടുകാരെ ഞാനിത് ആദ്യമായിട്ടാണ് ഈ ചിക്കൻ ലിക്കർ അൽഫാം ലിക്കർ എന്ന് പറയാൻ കാര്യം ഇതിൽ മദ്യം ആഡ് ചെയ്താണ് ഞാൻ ഈ സാധനം ചെയ്തത് അതുകൊണ്ട് ചിക്കൻ ലിക്കർ അൽഫാം എന്ന് പറഞ്ഞത് രണ്ടാമത്തെ കാര്യം അത് ഞാൻ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നില്ല കാരണം ഇവിടെ പ്രശ്നം ഇഷ്യൂസ് ഉണ്ട് എന്തായാലും നമുക്ക് ടേസ്റ്റ് ചെയ്യാം അതിൻ്റെ കൂടെ നമുക്കെന്നുള്ളത് ദോശയാണ് ദോശ എന്താണ് ദോശയല്ലേ ചിക്കൻ കറി ഇല്ല ഇവിടെ ദോശയും ബീഫിൻ്റെ കാല് കറി ദോശയും ബീഫിൻ്റെ കാല് കറിയും അപ്പം സംഗതി അങ്ങ് പൊളിക്കാം എങ്ങനെ അപ്പം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യണ്ടേ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ രണ്ടുപേര് ഇവിടെ ഇമ്പം കൊണ്ട് നിൽക്കുകയാണ് അപ്പം ഞാൻ അവർക്ക് ടേസ്റ്റ് വിടാം ഇന്ന് ഞാൻ ടേസ്റ്റ് ചെയ്യുന്നില്ല പക്ഷെ ടേസ്റ്റ് ചെയ്യുന്നുമ്പോ കുറച്ച് പ്രൊസീജിയറുണ്ട് അത് ഞാൻ ചെയ്യട്ടെ നാരങ്ങ തെറിച്ചോള് എൻ്റെ പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാനിത് ചെയ്യണത് ശരി അച്ചുകൂട്ടാ എടുത്തോ ഉണ്ണിക്കുട്ട എടുത്തോ അങ്ങനെയാണോ ഉണ്ണിക്കുട്ട അല്ല അച്ചുകൂട്ട നീ അങ്ങ് നടത്തുന്ന എടുത്തല്ലേ അപ്പുറത്തെ കുറച്ച് കൊടുക്കണ്ടേ ശരി ഇത് കൂട്ട ഇവിടെ എടുത്തിട്ടോ എൻ്റെ മൂത്തവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് ഈ അൽഫാം എന്ന സാധനം ഞാൻ അധികം ഹോട്ടലിൽ മേടിക്കത്തില്ല കാരണം ഇത്
സത്യം തന്നെ പറഞ്ഞാൽ ഇത് ഡേഞ്ചറാണ്, ഈ സാധനം കഴിക്കാൻ പാടില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു വന്നപ്പറിക്കൊക്കെ നമ്മളിത് രസമായിട്ട് ഒരു ഫണ്ണായിട്ടൊക്കെ ചെയ്യാൻ സംഭവം പൊളിയാണ്. പക്ഷെ എന്തായാലും ഞാൻ ഈ പ്രാവശ്യം അഭിപ്രായം പറഞ്ഞ, കാരണം ഞാൻ ഈ സാധനം അങ്ങനെ കഴിക്കാറില്ല. ഞാൻ അഭിപ്രായം പറയുന്നില്ല, ഞാൻ രണ്ടുപേരടുത്ത് അഭിപ്രായം ചോദിക്കുകയാണ്. അച്ചു, ഞാൻ അഭിപ്രായം പറ. അടിപൊളി അൽഫാം. അത് നോക്കി പറ. നല്ല ലാസ്റ്റ് ഉണ്ട് കേട്ടോ, കൊള്ളാം. നിനക്ക് കഴിക്കാൻ നീ അഭിപ്രായം പറയടാ ഉണ്ണിക്കുട്ടാ. പ്രാന്തിൽ കൊള്ളാം, നല്ല ലാസ്റ്റ് ഉണ്ട്. കടയിൽ നിന്ന് വാങ്ങിയ കാട്ടി ലാസ്റ്റ് ഉണ്ട്. നല്ല പുളിപ്പുണ്ട്, നല്ല സോസ് ഒക്കെ ഉണ്ട്, എരിവുണ്ട്. ഞാൻ കരിഞ്ഞു വേനാണ്. നല്ല കൊള്ളാം. ഉണ്ണിക്കുട്ടാ അവിടെ തുടങ്ങി, അവിടെ തീരാറായി. അത് മനസ്സിലായി, ടേസ്റ്റ് മനസ്സിലായി. പിന്നെ എരിവുണ്ട്, പുളിപ്പ് കൂടുതൽ. അൽഫാം അങ്ങനെയാണ്, കടയിൽ വാങ്ങിയ അൽഫാം ആണോ? ഇതാണ് ടേസ്റ്റ്, ഇതാണ്. ശരി കൂട്ടുകാരെ, ഇങ്ങോട്ട് ഞാൻ വേറെ ഒന്നും ചെയ്യില്ല. രാവിലെ നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ രാവിലെ 11 മണിക്ക് ഇത് മാരിനേഷൻ ചെയ്ത് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജ് വെച്ചിട്ട് ബാക്കി ഞാൻ വെള്ളത്തിൽ, അതായത് ടെമ്പറേച്ചർ നോക്കിയിട്ട് വെള്ളത്തിൽ ഞാൻ മുക്കി വെച്ച സംഭവമാണ്. അതൊക്കെ മനസ്സിലാവും. അല്ല, ഞാൻ ഫ്രിഡ്ജിൽ വെച്ച സാധനമല്ല. അപ്പോൾ ഓൾറെഡി പിന്നെ ഞാൻ ഈ സാധനം രണ്ടാമത് തിരിച്ചെടുക്കുന്നത് 5 മണിക്കാണ്. 5 മണിക്കാണ്. അപ്പം ഇത്രയും രാവിലെ 11 മണി 5 മണി വരെ ഇത് ഞാൻ മാരിനേറ്റ് ചെയ്ത് വച്ചിരിക്കുകയാണ്. ഞാൻ ഇത് പ്രിപ്പറേഷൻ തുടങ്ങുന്നത് 7 മണിക്കാണ്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എത്ര നേരം അങ്ങനെ വയ്ക്കാൻ പറ്റും അത്രയും മസാല പിടിക്കും, അത്രയും സൂപ്പറാവും, അടിപൊളിയാവും. എന്താ ഞാനിത് കഴിക്കുന്നില്ല, ഞാൻ മക്കൾക്കാണ് ഇത് ചെയ്ത് കൊടുത്തത്. അവർ അഭിപ്രായം പറഞ്ഞു, എങ്ങനെയുണ്ടെന്ന് എനിക്കറിയത്തില്ല. എന്താ എനിക്ക് ഒരു അല്പം തരും, ഞാൻ നോക്കട്ടെ, ടേസ്റ്റ് നോക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി അത് അല്പം ടേസ്റ്റ് ചെയ്യാണ്. കൊള്ളാം അല്ലേ? കൊള്ളാം. സംഭവം കൊള്ളാം. പിന്നെ രാവിലത്തെ നമ്മളെ ഉച്ചത്തെ നമ്മളെ ബീഫിൻ്റെ കാലുണ്ട്. അപ്പോൾ രാത്രിയത്തെ നമ്മുടെ ഡിന്നർ ഇങ്ങനെയൊക്കെയാണ് കൂട്ടുകാരെ. എന്താ സംഗതി, എന്താ സംഭവം പൊളിച്ചു. ആരെങ്കിലും എന്താ സംഭവം പൊളിച്ചു, സംഭവം അടിപൊളി. ഉണ്ണിക്കുട്ട അച്ചുക്കുട്ട സംഭവം ഒക്കെ ആണല്ലോ, കൊള്ളാമല്ലോ. അഭിപ്രായം സത്യസന്ധത പറ, കള്ളം പറയരുത്. കൊള്ളാൻ പറയാം. കൊള്ളാം. അപ്പൊ ഓക്കെ കൂട്ടുകാരെ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പറ്റുമെങ്കിൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഉണ്ണിക്കുട്ടാ എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ നമ്മളത് കഴിക്കട്ടെ. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.